ഫ്രണ്ട്സേ, ചില ആൾക്കാർ പറയും എന്താ സംഭവം എന്നറിയോ, നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസ്സൊക്കെ പൊട്ടിയാലേ അത് നമുക്ക് എന്തോ അപശകുനമാണ്, നമുക്കെന്തോ കഷ്ടകാലം വരുവാണ്, ഇല്ലേ? അങ്ങനെയൊക്കെയാണ് നമ്മളുള്ള പഴയ ആൾക്കാരൊക്കെ പറയുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഗ്ലാസ് പൊട്ടുമ്പം കഷ്ടകാലമാണെന്ന് പറയും, പാത്രങ്ങൾ താഴെ വീണാൽ കഷ്ടകാലമാണെന്ന് പറയും. ഈ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. എൻ്റെ അലമാരയുടെ ഗ്ലാസ് വരെ ഇങ്ങോട്ട് കയറ്റിയ സമയത്ത് പൊട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങളിത് നോക്കിക്കേ, ഇത് കണ്ടോ, ഗ്ലാസ് പൊട്ടിയിരിക്കുന്ന കണ്ടോ, ഇത് കണ്ടോ, പൊട്ടിപ്പോയി താഴെ വീണതാണ് ഗ്ലാസ്, കണ്ടോ, പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ അലമാരി ഈ മുഖം നോക്കുന്ന ഗ്ലാസ്സോടെ വെച്ചിരുന്ന് ഞാനിങ്ങനെ ഇങ്ങനെ തുടച്ചപ്പോൾ ടക്കെന്ന് താഴെ വീണ് പൊട്ടിപ്പോയി. പൊട്ടിയെന്ന് പറഞ്ഞാൽ അതിങ്ങനെ വര വീണു. അതൊക്കെ തുടച്ചപ്പോൾ ഒന്നുകൂടെ ഇങ്ങനെ അങ്ങ് ഇതായിപ്പോയി. പിന്നെ അത് അവിടെ ഇട്ടുണ്ട്, ഞാൻ എടുത്ത് കളഞ്ഞൊന്നുമില്ല. ഓരോരുത്തരൊക്കെ പറയും അത് നോക്കാൻ പാടില്ല, അത് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ അതൊന്നും എടുത്ത് കളഞ്ഞു കൊടുത്തുകൊണ്ടില്ല. അങ്ങനെ ഇരിക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് എടുത്ത് കളയാം. ഇപ്പോഴേ കളയുകൊണ്ടിരിക്കണം, എന്താ വരുന്നതെന്ന് നോക്കാം, അല്ലേ? എന്ത് വന്നാലും നമുക്ക് അനുഭവിക്കണം, അല്ലേ? ശരിയല്ലേ? നമ്മുടെ ഈ ലോകത്ത് നമുക്ക് ജീവിക്കുമ്പോൾ കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കൂടി പോകുന്നതാണ് ഒരു ലൈഫ് എന്ന് പറയുന്നത്, അല്ലേ? എല്ലാവർക്കും ഉണ്ട്. അത് ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും എല്ലാവർക്കും ഉണ്ട്. ഒരു കുടുംബമായിട്ട് താമസിക്കുന്നവർക്കും എല്ലാവർക്കും നല്ലതുണ്ട്, ദോഷമുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരണം ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ, ഇല്ലേ? അങ്ങനെ തരണം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഓക്കെ.